ഓണം കളക്ഷൻ ആണ്. നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. നമുക്ക് ഓണത്തിനും ഡ്രേപ്പ് ചെയ്യാം, അതല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാരിയാണ്. കാരണം നല്ലൊരു കേരള ക്രീം, പേൾ ക്രീമിലാണ് സാരിയുടെ ബോഡി വന്നിട്ട്. ഒരു ആന്റിക് സെറി ബനാറസി സ്റ്റൈലുള്ള നല്ലൊരു ബോർഡർ ആണ് സാരിക്ക് അപ്പർ ബോർഡർ ആയിട്ട് വരിക. ബോഡിയിൽ കംപ്ലീറ്റ് ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ആണ്. ടൈനി മോട്ടീവ്സ് ത്രൂ ഔട്ട് ദ സാരിയിലും വരുന്നുണ്ട് ബോഡിയിൽ. അത് കഴിഞ്ഞ് ലോവർ ബോർഡർ വരുമ്പോൾ നല്ലൊരു പീകോക്കിലും ഫ്ലോറൽ ഡിസൈൻസിലുമാണ് ആ ഒരു വർക്ക് വരുന്നത് സാരിയിൽ. ഡബിൾ ബോർഡർ പാറ്റേണിലാണ് ലോവർ ഏരിയ വരുന്നത്. ഒരു പീകോക്ക് മോട്ടീവ്സും ഫ്ലോറൽ ഡിസൈൻസും ഒരു റെഡ്, ഗ്രീൻ ആൻഡ് ബ്രൗൺ കോമ്പിനേഷനിലായിരിക്കും വരിക. അത് കഴിഞ്ഞ ഒരു സെറി വുവൻ സ്റ്റൈലുള്ള ബോർഡർ ആണ് സാരിക്ക് വരുന്നത്. ഈ ഒരു പാറ്റേൺ ആയിരിക്കും. ബ്ലൗസ് വരുന്നുണ്ട് സാരിക്ക്, സിമ്പിൾ ബ്ലൗസാണ് വരുന്നത്. ആ ഒരു പേൾ ക്രീമിൽ തന്നെ സാരിയിലുള്ള അതേ ബോർഡർ ഉണ്ടല്ലോ, ആ ഒരു ബോർഡർ ഡീറ്റെയിലിംഗിലായിരിക്കും ബ്ലൗസ് വരുന്നത്. ഈ ഒരു പാറ്റേണിൽ പേൾ ക്രീമിൽ ഡബിൾ സൈഡ് ബോർഡർ വരുന്നുണ്ട്. എൻറ്റയർ സാരി ഈ ഒരു സ്റ്റൈലായിരിക്കും വരുന്നത്. വളരെ സോഫ്റ്റ് ആണ് മെറ്റീരിയൽ. മുന്താണി വരുമ്പം ലൈൻസ് ആണ്, ഗോൾഡൻ സെറി വീവിലാണ് സാരിയുടെ പല്ലു വരുന്നത്. ലോ ബോർഡർ വരുമ്പോൾ ഈ ഒരു പാറ്റേണിൽ നല്ലൊരു പീകോക്ക് മോട്ടീവ്സ് ആൻഡ് ഫ്ലോറൽ ഡിസൈൻസിലാണ് വരുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യാം, കാരണം ഇതിൽ റെഡും ഗ്രീനും വരുന്നുണ്ട് ആ ഒരു പീകോക്ക് മോട്ടീവ്സിൽ. അപ്പോൾ റെഡ് ബ്ലൗസ് നമുക്ക് നല്ലതായിരിക്കും. ആ ഒരു പാരറ്റ് ഗ്രീൻ ടോണിലുള്ള ബ്ലൗസ് ആണെങ്കിൽ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. പൈപ്പിംഗ് എല്ലാം വെച്ച് ഡ്രേപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എലഗന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓണം മെറ്റീരിയൽ ആണ്. നെക്സ്റ്റ് വർക്ക് വരുന്നത് നല്ലൊരു ജോമെട്രിക്കൽ പാറ്റേണിലാണ് ത്രെഡ് വർക്ക് വരുന്നത്. പേൾ ക്രീം തന്നെയാണ്. പേൾ ക്രീം വിത്ത് ആ ഒരു പിങ്ക് ആണ് സാരിയുടെ കോമൺ, ഡാർക്ക് പിങ്ക് ആണ് വരുന്നത്. ടെമ്പിൾ ഡിസൈനിലുള്ള സിമ്പിൾ ബോർഡർ. ഇതിന്റെ ആ ഒരു ബോഡിയിൽ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ് സാരിയിൽ ആ ഒരു വർക്ക് വരുന്നത് കേട്ടോ. നല്ലൊരു ഫ്ലോറൽ പാറ്റേണിലാണ് വർക്ക് വരുന്നത്. ലോവർ ബോർഡർ വരുമ്പോൾ നല്ലൊരു തിക്കായിട്ട് നല്ലൊരു എംബോസ്ഡ് പാറ്റേണിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് സിമ്പിൾ ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. സ്ട്രൈപ്പ് ഡിസൈൻസിലാണ്, ലൈൻസിലാണ് സാരിയുടെ മുന്താണി. അതേ സ്റ്റൈലിൽ തന്നെയായിരിക്കും സ്ട്രൈപ്പ് ഡിസൈൻസിൽ റണ്ണിങ് ബ്ലൗസും വരുന്നുണ്ട്. ഈ ഒരു പോർഷൻ പല്ലു, ഇത് വരുന്നത് ബ്ലൗസ് ആണ്. ബോഡി കളർ സെയിം തന്നെ വന്നിരിക്കുന്നത്, പേൾ ക്രീം തന്നെ വന്നിരിക്കുന്നത്. ഇത് നല്ലൊരു ഇൻഡിഗോ ബ്ലൂ ആണ് കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ. ഫ്ലോറൽ ഡിസൈൻസ് ഫുൾ ബോഡി വന്നിട്ട് അതേ ചെയിൻ സ്റ്റിച്ചിട്ട് തന്നെയായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. ഇതിന്റെ പല്ലു വരുമ്പോഴും ഡിസൈനും മാറിയിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിലായിരിക്കും മുന്താണി കംപ്ലീറ്റ് ആ ഒരു ചെയിൻ സ്റ്റിച്ച് പാറ്റേണും ആ ഒരു സ്വീഗൻസ് വർക്കിലാണ് സാരിയുടെ പല്ലു വരുന്നത്. നല്ല ഫാബ്രിക് ആണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ. ബ്ലൗസ് വരുന്ന ഈ ഒരു ലുക്കിലായിരിക്കും സാരിയുടെ റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഇതാണ് പാറ്റേൺ വരിക. നെക്സ്റ്റ് സാരി വീണ്ടും പേൾ ക്രീം തന്നെയാണ്. ഒരു പാറ്റേൺ മാറ്റിയിട്ടുണ്ട്. ഇത് സ്മോൾ ഒരു ഫൈൻ ചെക്ക് പാറ്റേണിലാണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. ചെക്ക് വീവ് വന്നിട്ട് സിമ്പിൾ ബോർഡർ ആണ് സാരിക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു ചെക്ക് ഡിസൈൻസ് വരുന്നത്. പേൾ ക്രീം ടോണിൽ തന്നെ നല്ലൊരു പാറ്റേണിലുള്ള ബോർഡർ ആണ് സാരിക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും ബോർഡർ. പല്ലു ജൂഡ് വീവിലാണ്, ആ ഗോൾഡൻ സെറി ലൈൻസും ജൂഡ് വൂവൺ പാറ്റേണിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. നല്ല ഫാബ്രിക് ആട്ടോ. ആ ഒരു പ്യുവർ ടെസറിന്റെ അതേ ഒരു ടെക്സ്ചറിൽ തന്നെ വരുന്ന സോഫ്റ്റ് സെമി ടെസർ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ. ബ്ലൗസ് വരുന്നതും ഈ ഒരു ലുക്കിലായിരിക്കും, ആ ഒരു ലൈൻ പാറ്റേണിൽ സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരി വീണ്ടും പേൾ ക്രീം തന്നെയാണ്. ഇത് ബോഡി പ്ലെയിൻ ആണ് വരുന്നത്. പ്ലെയിൻ വന്നിട്ട് നല്ല പാറ്റേണിൽ സാരിയിലെ ഒരു സിമ്പിൾ ബോർഡർ ആണ് സാരിക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരിക. ഈ ഒരു പാറ്റേൺ വന്നിട്ട് അതേ ലൈൻ പാറ്റേണിൽ തന്നെയാണ് സാരിയുടെ മുന്താണിയും വരുന്നത്. സാരി ഫ്ലാഷി അല്ല കേട്ടോ, മാറ്റ് ഫീലാണ് സാരി വരുന്നത്. നമ്മൾ ഔട്ട്ഡോർ ഡേ ലൈറ്റിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ചൊരു ഫ്ലാഷ് ആയിട്ട് തോന്നുന്നു. മാറ്റ് ഫീലിൽ വരുന്ന സോഫ്റ്റ് സെമി ടെസറാണ് സാരിയുടെ മെറ്റീരിയൽ വരിക. അതേ ലൈൻ പാറ്റേൺ സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള നല്ല പാറ്റേണിലാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. പെൻസിൽ ഗ്രേ ആണ്, പേൾ ക്രീം വിത്ത് പെൻസിൽ ഗ്രേ. സെയിം അതേ സ്റ്റൈലിൽ തന്നെയാണ് ഒരു ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് വരുന്നത്. നല്ലൊരു ഗ്രേ ബ്ലാക്ക് ബേസ് ടോണിലാണ് ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് വരുന്നത്. പല്ലുവിൽ വരുമ്പോൾ മോട്ടോഗോൾ സ്വീക്കൻസ് വർക്ക് വരുന്നുണ്ട്. ഇതാണ് സാരിയുടെ മുന്താണി. ഗ്രേ വിത്ത് വൈറ്റ് ക്രീമിലാണ് റണ്ണിങ് ബ്ലൗസ്. നല്ലൊരു പെൻസിൽ ഗ്രേയിലുള്ള ഇക്കത്ത് ബ്ലൗസ് എല്ലാം ഇടുകയാണെങ്കിൽ നല്ലൊരു ലുക്ക് ആയിരിക്കും സാരിക്ക്. ഇത് ഗ്രേ ആണ് കോമ്പിനേഷൻ. പെൻസിൽ ഗ്രേ വിത്ത് പേൾ ക്രീം ആണ് കോമ്പിനേഷൻ. സെയിം ആ ഒരു എംബ്രോയിഡറി വർക്ക് ഫുൾ സാരി വരുന്നുണ്ട്. റണ്ണിങ് ആണ് ആ ഒരു മുന്താണിയും ബ്ലൗസും വരുന്നത്. ഈ സാരി നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ കുറച്ചൊരു ഫ്ലാഷി ആയിട്ട് തോന്നും, ഗ്ലോസി ആയിട്ട് തോന്നും. അത്രയ്ക്ക് ഗ്ലോസി അല്ല സാരി കേട്ടോ. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ബോഡി കളർ സെയിം തന്നെ വന്നിരിക്കുന്നത്. ആ ഒരു കോമ്പിനേഷൻ മാറിയിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ആ ഒരു ബ്രൊക്കേഡ് ബീവിൽ തന്നെ ഡബിൾ സൈഡിലും ബ്രൗണിലായിരിക്കും ആ ഒരു ആന്റിക് ബനാറസി ആ ഒരു സ്റ്റൈലുള്ള ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷനിലാണ് സാരി. ആ ഒരു ബ്രൗൺ ടോണിൽ തന്നെ ബ്രൊക്കേഡ് പല്ലു. സെയിം അതേ പാറ്റേണിൽ തന്നെയാണ് സാരിയുടെ ബ്ലൗസും വരുന്നത്. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ഓണം സാരീസ് ആട്ടോ ഇത്. ഇതിന്റെയും ഡിസൈൻ മാറിയിട്ടുണ്ട്. ബ്രൗണിന്റെ തന്നെ ഡിഫറെന്റ് ടോണിലാണ് അടുത്ത സാരി വരുന്നത്. ഡാർക്ക് ആൻഡ് ലൈറ്റ് ബ്രൗണിലാണ് സാരിയിൽ ആ ഒരു എംബ്രോയിഡറി വർക്കും അതിൽ റെഡ് ആൻഡ് വൈറ്റിലാണ് ബുട്ടി വർക്ക് വരിക സാരിയിൽ. ഇതായിരിക്കും പാറ്റേൺ വരിക. ആ ഒരു മാറ്റ് സിൽവറിൽ തന്നെയാണ് സാരിയുടെ ബോർഡർ. മുന്താണി സെയിം സ്റ്റൈൽ ആൻഡ് ബ്ലൗസ് അതേ പാറ്റേണിൽ തന്നെ ആ ഒരു ലൈൻസിലാണ് ബ്ലൗസ് വരുന്നത്. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളർ പാലറ്റിലാണ് വന്നിരിക്കുന്ന സാരി. ഇത് ആ പേൾ ക്രീമിൽ നല്ലൊരു ഗ്രീൻ ആണ്, ഒരു ലീഫ് ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ അതേ ഗോൾഡൻ സെറി ആൻഡ് ആ ഒരു ലീഫ് ഗ്രീനിൽ തന്നെയായിരിക്കും ഡബിൾ സൈഡ് ബോർഡർ വന്നിട്ട് ഗ്രീനിലാണ്
സാരിയുടെ മുന്താണി ഇത് പല്ലുവാണ് കേട്ടോ. ഗ്രീനിൽ തന്നെ ഈ ഒരു പാറ്റേണിലാണ് മുന്താണി വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നതും അതേ ഗ്രീനിൽ തന്നെയായിരിക്കും. ഈ ഒരു പാറ്റേണിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരും സാരി. ഡബിൾ ലൈൻ പാറ്റേണിൽ തന്നെയാണ് നെക്സ്റ്റ് സാരിയും വരുന്നത്. ഇതിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ പേൾ ക്രീമിൽ നല്ലൊരു ടൊമാറ്റോ റെഡ് ആണ് സാരിയുടെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. സെയിം അതേ പാറ്റേൺ ഡബിൾ ലൈൻ പാറ്റേണിൽ തന്നെ വന്നിട്ട് പ്ലെയിൻ ബോഡി ടൊമാറ്റോ റെഡിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരി ഫാബ്രിക് മാറിയിട്ടുണ്ട്. സോഫ്റ്റ് കോട്ടൺ ആണ് സാരിയുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. നല്ല പാറ്റേണിലാണ് സാരിയിൽ ഡബിൾ സൈഡ് ബോർഡർ വരുന്നത്. നല്ലൊരു പാരറ്റ് ഗ്രീൻ, ഒരു പിങ്ക്, ഡാർക്ക് പിങ്ക് കോമ്പിനേഷനിലാണ് സാരിയുടെ ബോർഡർ വന്നിരിക്കുന്നത്. ഈ സാരി വന്നിരിക്കുന്നത് വിത്തൗട്ട് ബ്ലൗസ് ആണ്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏത് ബ്ലൗസും ഡ്രേപ്പ് ചെയ്യാം. ക്രീം ഡ്രേപ്പ് ചെയ്യാം. പാരറ്റ് ഗ്രീൻ നല്ലൊരു ഓപ്ഷനാണ്. ഡാർക്ക് പിങ്കും നല്ലൊരു ഓപ്ഷനാണ്. ഇതായിരിക്കും സാരി വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ബോഡി പ്ലെയിൻ വന്നിട്ട് ഡബിൾ സൈഡിലും ഇതേ പാറ്റേണിലാണ്. ആ ഒരു മൾട്ടി കളറിലുള്ള ഡബിൾ സൈഡ് ബോർഡർ വിത്ത് പല്ലു. ഓരോ സാരിയും അതിന്റെ ആ ഒരു കരഭാഗത്തിന്റെ ബ്ലൗസ് ഇട്ട് ഉടുത്ത് കാണിക്കണമെന്നുണ്ട്. കാരണം സമയക്കുറവും ഓരോ സാരിയും ഉടുത്ത് കാണിക്കലും അത് ലോങ് വീഡിയോ ആയി പോകുമല്ലോ. എൻ്റെ ഈ ഒരു ബ്ലാക്ക് ബ്ലൗസ് ഉണ്ടോണ്ട് ഞാൻ ഫസ്റ്റ് സാരി ഉടുത്തതാണ്. ഓരോ സാരിക്കും അത് അതിന്റെ ആ കരഭാഗത്തിന്റെ ബ്ലൗസ് ആയിരിക്കും വളരെ ആപ്റ്റ് ആയിട്ട് വരിക. അത് തന്നെയാണ് സാരിയുടെ കൂടെ വരുന്ന ബ്ലൗസും. റണ്ണിങ് ബ്ലൗസും അത് തന്നെയാണ് വരുന്നത്. ഇത് വരുന്ന നല്ലൊരു ഗ്രീൻ ആണ് സാരി വരുന്നത്. ഫുൾ ഗോൾഡൻ സാരി ചെക്ക് പാറ്റേൺ തന്നെയായിരിക്കും ബോഡി വന്നിട്ട്. ഗ്രീനിലാണ് സാരിയുടെ മുന്താണി. അതേ ടോണിൽ തന്നെ ഗ്രീനിൽ തന്നെയായിരിക്കും സാരിയുടെ ബ്ലൗസും വരുന്നത്. സിമ്പിൾ മുന്താണിയാണ് വരുന്നത്. ലൈൻസിൽ വന്നിട്ട് ആ ഒരു ഗ്രീൻ ടോണിൽ ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത്. നല്ലൊരു ഓഫ് വൈറ്റ് ഐവറി ക്രീം വിത്ത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ. നെക്സ്റ്റ് കളർ പേൾ ക്രീം വിത്ത് ലാവൻഡർ. സെയിം സ്റ്റൈൽ ഫ്ലോറൽ ഡിസൈൻസ്, മുന്താണി, ബ്ലൗസ്. വീണ്ടും നല്ലൊരു പേസ്റ്റേ കളർ പാറ്ററ്റിലാണ് നെക്സ്റ്റ് സാരി. ഇതൊരു ബ്ലെൻഡഡ് ടോൺ ആണ്. ഒരു ബേജ് വന്നിട്ടുണ്ട്, ചിക്കു വന്നിട്ടുണ്ട്, ഒരു ആന്റി ഗോൾഡ് വന്നിട്ടുണ്ട്. ഗോൾഡൻ ബേജ് ബ്ലെൻഡഡ് ചിക്കു എന്ന് പറയാം നമുക്ക് ഈ സാരിയുടെ കളർ പറയുകയാണെങ്കിൽ. അതിലും സെയിം സ്റ്റൈലിൽ തന്നെ ഫ്ലോറൽ ഡിസൈൻസ് വിത്ത് ആ ഒരു ബേർഡ് മോട്ടീവ്സിലായിരിക്കും ഡിജിറ്റൽ പ്രിന്റ് വരുന്ന സാരിയിൽ. ഫാബ്രിക് സെയിം തന്നെ, സോഫ്റ്റ് പ്യുവർ ലിനൻ സിൽക്ക് ആണ്. സിൽക്ക് ലിനൻ ആണ് സാരിയുടെ മെറ്റീരിയൽ. ആ ഒരു റിബൺ ബോർഡർ, സിമ്പിൾ റിബൺ ബോർഡർ വന്നിട്ട് ത്രൂ ഔട്ട് ദ സാരി ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. അതേ പാറ്റേണിൽ ഇന്നർ വീവിംഗ് സ്റ്റൈലുള്ള സ്വീക്കൻസ് വർക്കിൽ മസ്ലിൻ ആ ഒരു ഓർഗൻസ ഫാബ്രിക്കിലുള്ള മുന്താണി, ഫ്ലോറൽ ഡിസൈൻസിലാണ് പ്രിന്റഡ് ബ്ലൗസ് വരുന്നത്. ഇതേ സ്റ്റൈലിൽ തന്നെ. എന്നിട്ട് ഫസ്റ്റ് സാരിക്ക് വരുമ്പോൾ ഒരു പിങ്കിലായിരുന്നു ബ്ലൗസ് വരുന്നത്. സെക്കൻഡിൽ വരുമ്പോൾ ഗോൾഡൻ ബേജിലാണ്. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഓണമെറ്റാറായിട്ട് ഡ്രേപ്പ് ചെയ്യാം. അതെല്ലാം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒരു എലഗന്റ് ആയിട്ട് ഡ്രേപ്പ് ചെയ്യുന്ന പാർട്ടി വെയർ സാരിയാണ്. കാരണം ഇത് ഓണം ആ ഒരു കളർ തീമിൽ വരുന്നതാണ്. ഫ്ലോറൽ ഡിസൈൻസും വരുന്നുണ്ട്. ആ ഒരു കേരള ക്രീമും ആണ് സാരിയുടെ ബോഡി വരുന്നത്. ഇത് വരുന്നത് നല്ലൊരു ലാവൻഡർ, ബേബി പിങ്ക്, കാക്ടസ് ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് എൻറ്റയർ ബോഡിയിലും വരുന്നുണ്ട് സാരി വിത്ത് സിമ്പിൾ ബോർഡർ. ഒരു ബാവഞ്ചി സ്റ്റൈലുള്ള സിമ്പിൾ ബോർഡർ വന്നിട്ട് ത്രൂ ഔട്ട് ദ സാരി ഇതേ പാറ്റേണിൽ തന്നെയായിരിക്കും ക്രോസ് സ്റ്റിച്ച് വർക്ക് വരുന്നത്. ഇതാണ് സാരിയുടെ ആ ഒരു ടെക്സ്ചർ ഇങ്ങനെ വരും. ആ ഒരു ടെസർ ഫീലിൽ വരുന്ന സോഫ്റ്റ് സെമി ടെസർ ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. സിമ്പിൾ ബോർഡർ, ആ ഒരു ഗീച്ച വുവൺ സ്റ്റൈലുള്ള ഷോർട്ട് പല്ലു. ആ ഒരു വുവൺ പാറ്റേണിലാണ് സാരിയുടെ മുന്താണി വന്നിട്ട് ഈ ഒരു ലുക്കിലായിരിക്കും സാരി വരുന്നത്. നമ്മൾ ആ പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ എല്ലാ സാരീസിനും വരുന്ന പോലെ തന്നെ ഒരു ഹാഫ് പോർഷനിലായിരിക്കും ആ ഒരു വർക്ക് വരിക. ഈ ഒരു പാറ്റേണിലാണ് വരും. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സാരി. ബ്ലൗസ് വരുന്നത് അതേ പാറ്റേണിൽ തന്നെ ആ ഒരു ലൈൻസ് ആണ്. ആ ഒരു മാറ്റ് ഗോൾഡിലുള്ള തിൻ ലൈൻസിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സെയിം കാന്ത സ്റ്റിച്ച് തന്നെയാണ് വരുന്നത്. കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ നല്ലൊരു അക്വാ ഗ്രീൻ ആണ്. ഓഷ്യൻ ഗ്രീനും പേൾ ക്രീമും കൂടെയുള്ള കോമ്പിനേഷനിലാണ് സാരി വന്നിരിക്കുന്നത്. സെയിം പാറ്റേൺ, ഫുൾ അതേ മോട്ടീവ്സ് തന്നെ ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വന്നിട്ട്. രണ്ട് കോർണറിലും കാന്ത സ്റ്റിച്ച്, വാട്ടർ ഗോൾഡ് സ്വീക്കൻസ് വർക്ക്, സ്ട്രൈപ്പ് ഡിസൈൻസിൽ തന്നെ ആയിരിക്കും കേട്ടോ സാരിയുടെ മുന്താണിയും വരുന്നത്. വർക്ക് എല്ലാം സെയിം തന്നെയാണ്. നല്ല സോഫ്റ്റ് കളർ, ഒരു അക്വാ ഗ്രീൻ വിത്ത് പേൾ ക്രീം. അതേ സ്ട്രൈപ്പ് ഡിസൈൻസിൽ തന്നെയായിരിക്കും സാരിയുടെ റണ്ണിങ് ബ്ലൗസും വരുന്നത്. എല്ലാ സാരീസും ഡിഫറെന്റ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. കളർ പാലറ്റ് എല്ലാം സെയിം തന്നെ. ആ എക്സാക്ട് പേൾ ക്രീം തന്നെ സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സോഫ്റ്റ് സിൽക്കാണ്, സെമി സിൽക്കാണ്, നല്ല ഫാബ്രിക്കാണ്, വളരെ സോഫ്റ്റ് സാരിയുടെ മെറ്റീരിയൽ. ഇതിനൊരു ഡിഫറെന്റ് ലുക്കിലാണ്. ഇത് ഷോർട്ട് ആൻഡ് ലോങ് പാറ്റേണിലാണ് ബോർഡർ വരുന്നത്. ആ ഒരു സെന്റർ പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബോർഡർ ഈ ഒരു പാറ്റേണിൽ വന്നിട്ട് ലോവറിൽ ഒരു ലൈൻസിലാണ്, ബെൻഡെക്സ് ബോർഡറിന്റെ പാറ്റേണിലാണ് സാരിയുടെ ലോവർ ഏരിയ വരിക. ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരിക കേട്ടോ സാരിയുടെ മെറ്റീരിയൽ. സോഫ്റ്റ് നമ്മുടെ ഒരു ക്രേപ്പ് എല്ലാം ഉണ്ടല്ലോ, ക്രേപ്പ് സിൽക്കിന്റെ എല്ലാം സെമി ക്രേപ്പിന്റെ ആ ഒരു ഫാബ്രിക്കാണ് സാരി വരുന്നത്. സ്ട്രൈപ്പ് ഡിസൈൻസിൽ തന്നെയുള്ള സാരിയുടെ മുന്താണി, റണ്ണിങ് ബ്ലൗസ്. നല്ല പാറ്റേണിൽ സോഫ്റ്റ് സെമി സിൽക്കിൽ വന്ന കട്ട് വർക്ക് സാരീസ് ആയിരുന്നു. ഇതിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ നല്ലൊരു ലാവൻഡർ ബ്ലെൻഡഡ് പേർപ്പിൾ ആണ് സാരിയുടെ ഒരു ഫ്ലോറൽ ഡിസൈൻസിൽ കട്ട് വർക്കിന്റെ പാറ്റേൺ. അതേ സ്റ്റൈലിൽ തന്നെ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും എൻറ്റയർ സാരി. മുന്താണി സെയിം പാറ്റേൺ, സെയിം സ്റ്റൈൽ ബ്ലൗസ്.
സെയിം അതേ പാറ്റേൺ തന്നെ വന്നിരിക്കുന്നത്. ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ കോമ്പിനേഷൻ മാറിയിട്ടുണ്ട്. ഇത് വരുന്നത് പേൾ ക്രീമിൽ അക്വാ ഗ്രീൻ ആണ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇത് സിമ്പിൾ ആ ഒരു 1 ഇഞ്ച് ബോർഡർ സെറിയിൽ വരുന്നുണ്ട്. ഫുൾ അക്വാ ഗ്രീനിൽ തന്നെ ഫ്ലോറൽ പാറ്റേണിലാണ്, ഫ്ലോറൽ ജാൽ ഡിസൈൻസിൽ വന്നിട്ട് ജൂട്ട് വൂവൺ പാറ്റേണിലുള്ള ഷോർട്ട് മുന്താണി. ആ ഒരു സ്ട്രൈപ്പ് ഡിസൈൻസിൽ തന്നെയാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരി ഫാബ്രിക് മാറിയിട്ടുണ്ട്. മൽച്ചന്തേരിയാണ് സാരിയുടെ ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇതിൽ ചെക്കേർഡ് പാറ്റേൺ ആട്ടോ, സ്മോൾ ചെക്ക് വീവ് ആണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. ഒരു ഗോൾഡൻ സെറിയിലുള്ള ചെക്ക് പാറ്റേൺസ് വന്നിട്ട് വിത്ത് സിമ്പിൾ ബോർഡർ. അതിലൊരു ചില്ലി റെഡിലായിരിക്കും റിബൺ ബോർഡർ വരുന്നത്. റെഡ് ബ്ലൗസ് ആണ് ഇതിന്റെ കൂടെ ആപ്റ്റ്. ഇതിന്റെ കൂടെ വരുന്നതും നല്ല ബ്ലൗസ് തന്നെയാണ്. ഇതാണ് ആ ഒരു പാറ്റേൺ വരുന്നത്, സ്മോൾ ചെക്ക് പാറ്റേണിൽ വിത്ത് സിമ്പിൾ ബോർഡർ. മുന്താണി ആ ഒരു റെഡിൽ തന്നെയാണ് സാരിയുടെ പല്ലു വരുന്നത്. ഇതേ ടോണിൽ തന്നെയാണ് സാരിയുടെ റണ്ണിങ് ബ്ലൗസും വരുന്നത്. ആ ഒരു ടിഷ്യൂ യാൺസ് കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഗ്ലോസി ഫീലാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. സെയിം അതേ ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെ ആപ്ലിക്കുക കേട്ടോ. കളർ പാലറ്റ് വീണ്ടും മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ വയലറ്റ്, ഗ്രീൻ ആൻഡ് നല്ലൊരു അക്വാ ബ്ലൂ, ഈ ഒരു 3 കോമ്പിനേഷനിലാണ് ആ ഒരു ആപ്ലിക്ക വർക്ക് വരുന്നത് സാരിയിൽ. ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ഇതിന്റെ ബ്ലൗസ് മെറ്റീരിയൽ വരുമ്പോൾ വയലറ്റ് ടോണിലാണ്. ഈ ഒരു ടോൺ ഉണ്ടല്ലോ അതേ ടോണിൽ തന്നെയായിരിക്കും വിത്ത് ബ്ലൗസ്.